ഓം ജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. നമോ മഹാവദാന്യായ കൃഷ്ണപ്രേമപ്രദായത്തെ കൃഷ്ണായ കൃഷ്ണചൈതന്യ നാംനേ ഗൗരത്വിഷേ നമഃ. ഒരു വ്യക്തിക്ക് ആ ആൾ ഒരു ഭക്തിയുള്ള ആളാണെങ്കിൽ, ഭഗവാനോട് അത്രയും ഒരു അലിഞ്ഞു ചേരുന്ന ഭക്തിയുടെ ഭാവം ഉണ്ടെങ്കിൽ ഏത് വിധത്തിലുള്ളവരെയും പരിവർത്തനപ്പെടുത്താൻ സാധിക്കും, മാറ്റിയെടുക്കാൻ സാധിക്കും എന്ന് തെളിയിക്കുന്നൊരു കഥ. ഇത് ഭക്തമാൽ ഭക്തചരിത്രം എന്നുള്ള കഥയിൽ കൂടെയാണ്, ആ ഗ്രന്ഥത്തിലാണ് ഈ കഥ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഒരു സ്ഥലത്ത് അവിടെ ഒരു രാജ്യത്തിൽ, ആ രാജകൊട്ടാരത്തിൽ രണ്ട് ഉറ്റ സുഹൃത്തുക്കളുണ്ടായിരുന്നു. ഒരു രാജകുമാരിയും പിന്നെ ഒരു ബ്രാഹ്മണ കന്യകയും ഉണ്ടായിരുന്നു. രണ്ടുപേരും നല്ല സുഹൃത്തുക്കളായിരുന്നു. അപ്പോൾ അവിടെ ആ കൊട്ടാരത്തിൽ ഒരു ഭക്തനായിട്ടുള്ള സജ്ജനമായിട്ടുള്ള ഒരു സന്ത് ഭഗവാന്റെ കഥകൾ പറയാനായിട്ട് വന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അടുത്ത് വിശേഷപ്പെട്ട ഒരു ഭഗവാന്റെ മൂർത്തിന്, സാളുഗ്രാമം ആ ശിലയിൽ തീർത്തിട്ടുള്ള വിശേഷപ്പെട്ട ഒരു മൂർത്തി ഉണ്ടായിരുന്നു. അപ്പോൾ ആ സന്ത ഭക്തൻ ഇങ്ങനെ ഭഗവാനെ പൂജിക്കുന്നത് കണ്ട സമയത്ത്, ഈ കഥകളൊക്കെ കേൾക്കുന്ന സമയത്ത് ഈ കുട്ടികൾക്ക് രണ്ടുപേരും ആഗ്രഹിച്ചു, ഞങ്ങൾക്കും അതേപോലെ ഭഗവാനെ പൂജിക്കണം, ഞങ്ങൾക്കും അതേപോലെ ഭഗവാനെ പൂജിക്കണം, ഞങ്ങൾക്ക് പൂജിക്കണം എന്ന് ആഗ്രഹിച്ചു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ ഈ കഥ പറഞ്ഞ് പൂജകളൊക്കെ കഴിഞ്ഞ് ഈ ഭക്തൻ തിരിച്ചു പോകുന്ന സമയത്ത് ഈ കുട്ടികൾ രണ്ടുപേരും, പെൺകുട്ടികൾ രണ്ടുപേരും ആ ഭക്തൻ്റെ നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ഭഗവാനെ പൂജിക്കണം, ഞങ്ങൾക്ക് ഭഗവാനെ പൂജിക്കണം, എന്തെങ്കിലും ഞങ്ങൾക്കതിന് ഉപായം പറഞ്ഞു തരൂ എന്ന് പറയാണ്. അപ്പോൾ ഈ ചെറിയ രണ്ട് ശിലകളെടുത്തിട്ട് രണ്ട് കുട്ടികളുടെ കയ്യിലും കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇതിലിപ്പോൾ എന്താ പേരിടേണ്ടത്, പേര് നിങ്ങൾ നിശ്ചയിക്കൂ എന്ന് ആ ഭക്തൻ പറയാണ്. അപ്പം അങ്ങനെ ആ പേര് നിശ്ചയിച്ചു. എന്താ? സിൽബില്ലേ ഭഗവാൻ, സിൽബില്ലേ എന്നാണ് പേരിട്ടത്. രണ്ട് പേരും സിൽബില്ലേ എന്ന അവരുടെ കയ്യിലുള്ള മൂർത്തിക്ക് ചെറിയൊരു ശിലയാണ് അത്. അപ്പോൾ അവരാണെങ്കിൽ വളരെ ഭക്തിയോട് കൂടിയിട്ട്, വളരെ പ്രേമത്തോട് കൂടിയിട്ട് അദ്ദേഹം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് പൂജിക്കേണ്ടതെന്നുള്ളതൊക്കെ ഭംഗിയായിട്ട് അവർ പൂജിച്ചു. അങ്ങനെ അവർ സ്വന്തമായിട്ട് വളരെ സ്നേഹത്തോട് കൂടിയിട്ട് പൂജിക്കുക, ഭഗവാന് നിവേദ്യങ്ങൾ സമർപ്പിക്കുക, ഭഗവാൻ എന്നുള്ള ആ ഒരു ഭാവത്തിൽ അവരതിനെ പൂജിക്കുക, അലങ്കരിക്കുക, ദീപങ്ങളെ കൊണ്ട് ദീപാരാധന ചെയ്യുക. അങ്ങനെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞു പോയി, കുറേ വർഷങ്ങൾ കഴിഞ്ഞു പോയി. അപ്പോൾ ഈ പെൺകുട്ടിയെ ബ്രാഹ്മണ കന്യകയായിട്ടുള്ള പെൺകുട്ടി കുറച്ച് അത് വളർന്നു വന്നപ്പോൾ ആ പെൺകുട്ടിക്ക് രണ്ട് സഹോദരന്മാരുണ്ട്. ഈ രണ്ട് സഹോദരന്മാർ മഹാദുഷ്ടന്മാരായിട്ടുള്ളവരാണ്. അവരുടെ കൂടെയാണ് ഈ കുട്ടി താമസിക്കുന്നത്. ഒരു ദിവസം ഈ ജ്യേഷ്ഠനും അനിയനും തമ്മിൽ വല്ലാതെ വഴക്ക് വന്നു. അങ്ങനെ വഴക്ക് കൂടിയിട്ട് ഈ ജ്യേഷ്ഠൻ്റെ അടുത്ത് വന്ന് ഒരുപാട് ഗുണ്ടകളും ഇതൊക്കെ ആയിട്ട് വന്നിട്ട് അനിയൻ ജ്യേഷ്ഠൻ്റെ അടുത്ത് വന്നിട്ട് എല്ലാ സാധനങ്ങളും വന്ന് മോഷ്ടിച്ച് എല്ലാവരും തട്ടിപ്പറിച്ച് കൊണ്ടുപോവുകയാണ്. അപ്പോൾ അങ്ങനെ കൊണ്ടുപോയ സമയത്ത് ഈ പെൺകുട്ടിയുടെ കയ്യിലുള്ള ഈ ഭഗവാന്റെ, ഈ സിൽബില്ലേ ഭഗവാൻ എന്ന് പറയും, ആ ഭഗവാനെ, ആ മൂർത്തിയെയും കൂടിയും കൊണ്ടുപോയി എന്നാണ്. അപ്പോൾ ഈ കുട്ടി കരഞ്ഞു വിളിച്ചുകൊണ്ട് രണ്ടാമത്തെ ജ്യേഷ്ഠൻ്റെ അടുത്ത് ചെന്നു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് എന്തും നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ, പക്ഷേ എനിക്ക് എൻ്റെ ആ ഭഗവാന്റെ ആ മൂർത്തിയെ മാത്രം തന്നാൽ മതി എന്ന് പറയാം. എൻ്റെ മൂർത്തി ഏതാണ്? സിൽബില്ലേ ഭഗവാൻ എന്ന് പറയാണ്. അയ്യേ, എല്ലാവരും കൂടി ആ കുട്ടിയെ കളിയാക്കിയിട്ട് പൊട്ടിച്ചിരിച്ചു. എന്നിട്ട് ആ ജ്യേഷ്ഠൻ എന്ത് ചെയ്തു, അനിയൻ്റെ അടുത്തേക്ക്
ഗുണ്ടകളെ അയച്ചു. എന്തിന്? അവിടെ അവർ വീട് തല്ലി തകർക്കാനായിട്ട്. ഇങ്ങനെ ആ വീട് മുഴുവൻ തല്ലി തകർത്ത് ആകെക്കൂടി ബഹളം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ പെൺകുട്ടിക്ക് ഈ അതിൻ്റെ മൂർത്തിയെ കാണാൻ സാധിക്കണില്ല. ഓരോ ദിവസവും കുട്ടി കരഞ്ഞ് 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 പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിച്ച് എല്ലാവരെയും കുട്ടിയെ പരിഹസിക്കുകയാണ്. അപ്പോൾ ആ പെൺകുട്ടി പറയുകയാണ്, എനിക്ക് എന്തെങ്കിലും എൻ്റെ ജീവൻ പോകുന്ന ദുഃഖം എനിക്കുണ്ട്. എൻ്റെ ഭഗവാനെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഞാൻ ഇവിടെ കിടന്ന് ഞാൻ ജീവത്യാഗം ചെയ്യും, മരിക്കും ഞാൻ എന്നാണ്. മരണവേദനയോടുകൂടി ആ കുട്ടി കിടന്ന് പെടയുന്ന സമയത്ത് എല്ലാവരും ആ പെൺകുട്ടിയെ പരിഹസിക്കുക ചെയ്യണത്. ആ സമയത്ത് ഇങ്ങനെ തകർന്ന് കിടക്കുന്ന എല്ലാം കൂടി അടിച്ച് തകർത്തിട്ടുണ്ട് വീട്. അതിൻ്റെ ഇടയിൽ നിന്നും ഭഗവാനെ ദർശനം തരണേ എനിക്കെന്ന് പറഞ്ഞാൽ ആ കുട്ടി ഉറക്കെ പൊട്ടിക്കരയാണ്. അങ്ങനെ ആ കുട്ടിയുടെ രോദനം കേട്ട് വല്ലാതെയുള്ള ഏങ്ങലടിച്ചുള്ള കരച്ചിൽ, ആ ദുഃഖം കണ്ടിട്ട് ഇതിൻ്റെ ഇടയിൽ നിന്നും, അതായത് ഈ തകർന്ന് കിടക്കുന്ന ആ വസ്തുക്കളുടെ ഇടയിൽ നിന്നും അവിടുന്ന് ഭഗവാൻ പെട്ടെന്ന് ശ്യാമസുന്ദരനായിട്ട് ഭഗവാൻ അവിടുന്ന് പ്രത്യക്ഷപ്പെട്ടു എന്നാണ്. പെൺകുട്ടിയുടെ അടുത്ത് ചെന്നു ആ പെൺകുട്ടിയെ മാറോട് ചേർത്ത് ഭഗവാൻ അതിനെ മാറോട് ചേർത്തു. ഈ ദൃശ്യം അവിടെ നിൽക്കുന്ന എല്ലാവരും നേരിട്ട് കാണുകയാണ്. ഈ പെൺകുട്ടിയെ പരിഹസിച്ചിട്ടുള്ള ഈ ജ്യേഷ്ഠനും അനിയനും ഗുണ്ടകളും എല്ലാവരും ഈ ദൃശ്യം നേരിട്ട് കാണുകയാണ്. അത്ഭുതം തോന്നി. ഭാവഗ്രാഹി ജനാർദ്ദന എന്ന് പറയും. എന്താണോ അവിടെ മൂർത്തി എന്ത്, ഉപാധി എന്ത് എന്നുള്ളതല്ല അവിടെ കണക്കാക്കുന്നത് ഭഗവാൻ. ഏത് ഭാവത്തിലാണ് ഭഗവാനെ പൂജിക്കുന്നത്, ഭഗവാനെ സേവിക്കുന്നത്, ആ ഹൃദയത്തിൻ്റെ ഭാവമാണ് ഭഗവാൻ മനസ്സിലാക്കുക എന്നാണ്. അപ്പോൾ ഈ പെൺകുട്ടിയുടെ ഭക്തിഭാവം കണ്ട് ആ ഭഗവാനെ നേരിട്ട് അവർക്ക് ഒരൊറ്റ ദർശനം അവർക്ക് കിട്ടി. അതോടുകൂടി അവരെല്ലാവരും, ഈ ഗുണ്ടകളായിട്ടുള്ളവർ, ദുഷ്ടന്മാരായിട്ടുള്ളവർ, ഇവർക്കെല്ലാവർക്കും മനസ്സിന് മാറ്റം വന്നു. ഇവരെല്ലാവരും ആ പെൺകുട്ടിയെ നമസ്കരിച്ചു. എന്നിട്ട് ആ പെൺകുട്ടിയോട് മാപ്പ് പറഞ്ഞു. എന്തിനു പറയണോ? അവർ മുഴുവൻ മഹാഭക്തന്മാരായി മാറി എന്നുള്ളൊരു കഥ. അപ്പോൾ ഈ രാജകന്യക ഉണ്ടല്ലോ, രാജകുമാരി, അതിനെ വിവാഹം കഴിച്ചു കൊടുത്തു. വിവാഹം കഴിച്ചു കൊടുത്തത് മഹാഭൗതികന്മാരായിട്ടുള്ള ആളുകളിലേക്കാണ്. അവർക്ക് ഭഗവാൻ എന്നുള്ള ഇതറിയില്ല. അതുമാത്രമല്ല, അവർ മദ്യം കഴിക്കും, മാംസഭക്ഷണം കഴിക്കും, പിന്നെ അനാവശ്യമായി എന്തെല്ലാമുണ്ടോ കാമ, ക്രോധ, മോഹ, മത മാത്സര്യങ്ങൾ അതിൽ ലയിച്ചു കിടക്കുന്നവരാണ്. ആ വിവാഹം കഴിച്ചിട്ടുള്ള ഒരു കൊട്ടാരത്തിലേക്ക് രാജാവാണ് കഴിച്ചിരിക്കുന്നത് കല്യാണം. പക്ഷേ അവർ മുഴുവൻ ഈ കുട്ടിക്ക് സഹിക്കാൻ പറ്റാത്ത ദുഷ്ടത നിറഞ്ഞിട്ടുള്ളവരാണ്. ഈ പെൺകുട്ടി തൻ്റെ ആ ഭഗവാനെ കയ്യിൽ വെച്ച്, ഭഗവാനെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ എങ്ങനെ ജീവിക്കും എന്നുള്ള ആ വല്ലാത്ത ദുഃഖത്തെ, എങ്ങനെയാണോ പ്രഹ്ലാദൻ അതിഭയങ്കരമായിട്ടുള്ള ദ്രോഹങ്ങൾ അനുഭവിച്ചുകൊണ്ട് ആ ഹിരണ്യകശിപുവിൻ്റെ കൊട്ടാരത്തിൽ കഴിഞ്ഞത് തൻ്റെ ഭഗവാനെയും വിളിച്ചുകൊണ്ട്, അതേപോലെ ഈ പെൺകുട്ടി തൻ്റെ ഭഗവാൻ, സിൻബിലെ ഭഗവാൻ എന്നാണ് പറയുന്നത്, രണ്ട് ഭഗവാനും ഒരേ പേരാണ്. ആ പെൺകുട്ടി തൻ്റെ ഭഗവാന്റെ ആ ഒരു കല്ലിൻ്റെ കഷ്ണമാണ് വാസ്തവത്തിലത്. അതിനെങ്ങനെ കയ്യിൽ വെച്ചുകൊണ്ട് ആ വിലപിച്ചുകൊണ്ട് അതിനെ മാത്രം അഭയം പ്രാപിച്ചുകൊണ്ട് ഈ പെൺകുട്ടി കഴിയാണ്. അപ്പോൾ ഈ പെൺകുട്ടി ഇത് കയ്യിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് കിടക്കുമ്പോൾ ഭർത്താവ് ചോദിക്കുകയാണ്, ഇതെന്താണോ ചോദിക്കുക. അത് എൻ്റെ ഭഗവാൻ. ഈ കല്ലാണോ ഭഗവാൻ? എത്രയോ തവണ അത് നിലത്തേക്ക് വലിച്ചെറിഞ്ഞു, അതിനെ അടിച്ചു ഇടിച്ചു. ഈ പെൺകുട്ടിക്ക് ഹൃദയം പൊട്ടുന്ന വേദന ഉണ്ടായി എന്നാണ്. എന്നിട്ട് ഈ പെൺകുട്ടി, ഇതിനെങ്കിലും എനിക്ക് വിട്ടുതരൂ, നിങ്ങൾ ആരും ഈശ്വര ഭഗവാനെ സേവിക്കുന്നില്ല, പക്ഷേ ഇത് എൻ്റെ ഭഗവാനാണ്, ഞാൻ ഇതിനെ എൻ്റെ കുട്ടിക്കാലം മുതൽക്ക് സേവിക്കുന്നതാണ്, ഇതിനെ വിട്ടുതരുമോ എന്ന് പറഞ്ഞ് പെൺകുട്ടി പൊട്ടി കരയാൻ തുടങ്ങി. ഈ ഭർത്താവിന് യാതൊരു കരുണയും ഉണ്ടായില്ല. അതിന്ന് കയ്യിൽ നിന്ന് ആ ഭഗവാനെ വലിച്ചെടുത്തിട്ട്, ആ മൂർത്തിയെ വലിച്ചെടുത്തിട്ട് തൊട്ടടുത്തൊരു തടാകമുണ്ട്, ആ തടാകത്തിലേക്ക് വലിച്ചെറിഞ്ഞു എന്നാണ്. ഈ പെൺകുട്ടി വല്ലാത്ത ദുഃഖത്തിലായി, ഹൃദയം പൊട്ടുന്ന വേദന. ആ പെൺകുട്ടി ആ തടാകത്തിലേക്ക് ചാടി. എന്നിട്ട് അവിടെ ആ തടാകത്തിൽ മുഴുവൻ തൻ്റെ ഭഗവാനെ തിരയാണ്. അവിടെ ഒന്നും തിരഞ്ഞിട്ട് ഭഗവാനെ കിട്ടണില്ല. എങ്ങനെയൊക്കെയോ ഈ ചുറ്റും നിൽക്കുന്നവർ, അതായത് ഈ ഭർത്താവിൻ്റെ കൂടെയുള്ളവർ, ആ കൂടെയുള്ള ഒരുപാട് ബന്ധുക്കളുണ്ട്. ഇവരെല്ലാവരും പെൺകുട്ടിയെ പരിഹസിക്കാൻ നിന്നിട്ട് കരയിൽ നിൽക്കുന്നവരുടെ പരിഹാസ വാക്കുകൾ കേട്ട്, കുത്തുവാക്കുകൾ കേട്ട് സഹിക്കാൻ വയ്യാത്ത ദുഃഖത്തോടു കൂടി നിരാശയായിട്ട് ഈ പെൺകുട്ടി ആ തടാകത്തിൻ്റെ കരയിലേക്ക് കയറി വന്നു.
തടാകത്തിൻ്റെ കരയിൽ ഇരുന്നു കൊണ്ട് ആ കുട്ടി വിലപിച്ചു, എൻ്റെ ഭഗവാനെ, അവിടുത്തെ ഒരു ദർശനം ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്തിനാ പിന്നെ ജീവിച്ചിരിക്കുന്നത്? അവിടുന്ന് തിരിച്ച് കിട്ടാതെ എന്തായാലും എനിക്ക് ഇനി ജീവിച്ചിരിക്കാൻ സാധിക്കില്ല എന്നുള്ള ബോധരഹിതയായിട്ട് ആ പെൺകുട്ടി വീണു. ഉറക്കെ ഏങ്ങലടിച്ച് കരയാൻ തുടങ്ങി. ബോധമില്ലാത്ത വിധത്തിൽ ആ കുട്ടി മരണത്തിന് അഭിമുഖമായിട്ട് അടുത്ത നിമിഷം ഈ കുട്ടിയുടെ ശ്വാസം നിലയ്ക്കും എന്നുള്ള ആ അവസ്ഥ വന്നു ചേർന്ന സമയത്ത് അത്ഭുതങ്ങൾ സംഭവിച്ചവിടെ. തടാകത്തിൻ്റെ മധ്യത്തിലായിട്ട് വിശേഷപ്പെട്ട രൂപം, നീല നിറത്തിലുള്ള രൂപം പ്രത്യക്ഷപ്പെട്ടു. എന്തിന്? ശ്യാമസുന്ദരനായിട്ടുള്ള ഭഗവാനോടെ പ്രത്യക്ഷപ്പെട്ടു. തടാകത്തിൽ നേരിട്ട് പെൺകുട്ടിയുടെ മുമ്പിലായിട്ട് വന്നു. ആ പെൺകുട്ടിയുടെ മുമ്പിൽ വന്നതും ആ പെൺകുട്ടി ഭഗവാന്റെ പാദത്തിലേക്ക് വീണു. ആ പെൺകുട്ടിയെ എഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ട് തൻ്റെ ഹൃദയത്തോട് ചേർത്ത് തൻ്റേതായിട്ട് ഭഗവാൻ ആ പെൺകുട്ടിയെ സ്വീകരിച്ചു. ഈ ഒരു ദൃശ്യം അവിടെ നിന്നിരുന്ന സകല ആളുകൾക്കും നേരിട്ട് കാണാൻ സാധിച്ചു. അത് കാണാൻ സാധിച്ചതോട് കൂടിയിട്ട് ആ ഭഗവാന്റെ ദിവ്യമായിട്ടുള്ള വൈഭവത്തിനെ കുറിച്ചിട്ടും ഈ പെൺകുട്ടിയുടെ ഭക്തിയുടെ ഭാവത്തിനെ കുറിച്ചിട്ടും അവർക്ക് ശരിക്കും ബോധം വന്നു. അതോടുകൂടെ ആ കരയിൽ നിൽക്കുന്ന മഹാദുഷ്ടന്മാരായിട്ടുള്ള എല്ലാവരും പെൺകുട്ടിയെ ഭഗവാനെ നമസ്കരിച്ചു, പെൺകുട്ടിയെ നമസ്കരിച്ചു. എല്ലാവരും മഹാഭക്തന്മാരായിട്ട് മാറി. അപ്പോൾ ഏതെങ്കിലും ഒരു ഗൃഹത്തിൽ ഒരു വ്യക്തി പരിപൂർണമായിട്ടുള്ള ഭഗവാനോടുള്ള ശരണാഗതി പ്രാപിച്ച് തീവ്രമായ ഭാവത്തോടുകൂടെ ഭജിക്കുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാറ്റങ്ങൾ വരാതിരിക്കില്ല. അവിടെ ആ ഗൃഹത്തിലുള്ളവർക്ക് കുറച്ചെങ്കിലും മാറ്റങ്ങൾ വരും, കാലക്രമത്തിൽ മാറ്റങ്ങൾ വരും. അപ്പം ക്ഷമയോടുകൂടിയിട്ട് ഭഗവാനെ സേവിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് കൂടി നന്നാവണേ എന്ന് അവർക്ക് കൂടി മാറ്റം വരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തീവ്രമായ ഭാവത്തോടുകൂടെ ഭജിച്ചാൽ ഈ അനുഭവങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും. അതിനുവേണ്ടി ഭഗവാൻ അനുഗ്രഹിക്കട്ടെ, പ്രത്യേകം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകൾ സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ.